ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചപ്പാത്തി ചൂടോടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് എന്തായാലും നല്ലൊരു കറി വെക്കാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രം മതിയായതുകൊണ്ട് ഞാൻ ഈ തക്കാളിയും അതേപോലെ തന്നെ സവാളയും കൊണ്ട് സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നീളത്തിൽ നമുക്ക് അരിഞ്ഞിടാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. സവാള ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത തക്കാളി, ഞാൻ ഒരു തക്കാളി എടുക്കുകയാണ്. അത് നമുക്ക് നീളത്തിൽ അരിഞ്ഞിടാം, അല്ലെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രോസ് ചെയ്താണ് അരിഞ്ഞിടുന്നത്. എനിക്ക് ചപ്പാത്തി പൊതുവേ അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ഇല്ലെങ്കിൽ കറി സൂപ്പറായിട്ടിരുന്നാൽ നമുക്ക് ചപ്പാത്തി ഇരിക്കാൻ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ ഞാൻ സവാളയും തക്കാളി ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് നല്ല രീതിയിലൊന്ന് പൊട്ടി വരണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് തക്കാളി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒന്നല്ല 2 തക്കാളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു കറി മസ്റ്റായിട്ടൊന്ന് വെച്ച് നോക്കണം. നല്ല ഞാൻ മുമ്പും വെച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കറിയാണ്. ഇതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സവാളയും അതേപോലെ തന്നെ തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പെരുംജീരകപ്പൊടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ചും കൂടെ അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ തക്കാളി നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ, എങ്കിൽ അത് വെന്തങ്ങ് ചേരും. അപ്പം കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റാണ്. അപ്പോൾ ആ തക്കാളി നമ്മളൊന്ന് ഉടച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ. ഞാൻ തക്കാളി നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ 2 തക്കാളിയൊക്കെ എടുത്താൽ കുറച്ചും കൂടെ കറിയാണ്. അതേപോലെ നമുക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടിക്കൊടുക്കാം, സവാളയുടെയും തക്കാളിയുടെയൊക്കെ എണ്ണം. അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് പകുതി വേവായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്ലെയിമിൽ വെച്ചേക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം ഇതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ രാവിലെ പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ, ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടുക ഇതിനെപ്പറ്റി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.